ദൈവത്തിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗലോസിൻ്റെ മിഷണറി യാത്ര ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ മിഷണറിമാരുടെ യാത്ര തുടർന്ന് ഗലാത്യ പ്രവിശ്യയിലും ലിബ്നയിലും പിസിദ്യയിലും ഫ്രുഗ്യയിലും അന്ത്യോക്യയിലും ഫിലോമിലിയയിലും പെർഗ, അത്തല്യ എന്നിങ്ങനെ തുടരുകയാണ്. പടിഞ്ഞാറ് എഫസോസിൽ നിന്നും കിലിക്യൻ കവാടത്തിലേക്കുള്ള നീണ്ട രാജപാത അന്ത്യോക്യയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഗ്രീക്കുകാർ, റോമക്കാർ, തദ്ദേശവാസികളായ ഫ്രുഗ്യർ, യഹൂദന്മാർ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പല ഭാഷക്കാർ, പല സംസ്കാരങ്ങൾ. എന്നാൽ പൗലോസിൻ്റെ സന്ദർശന സമയത്ത് അന്ത്യോക്യയിൽ ഒരു സിനഗോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതുന്നത്. ഒരു പട്ടണത്തിലെ ഏതാണ്ട് മൊത്തം ആളുകളെ ആകർഷിക്കുവാൻ അവിടെ നടന്ന പരിപാടികൾ ഇടയാക്കി. മിഷണറിമാർ സിനഗോഗിൽ ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. നഗരത്തിൽ പ്രവേശിച്ച സുവിശേഷകന്മാർ ആദ്യം തിരക്കിയത് ഒരു കൂടാര നിർമ്മാണശാല ആയിരുന്നിരിക്കാം. അങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്തി അവിടെ ജോലി ചെയ്ത് ആഹാരത്തിനും പാർപ്പിടത്തിനും വക അവർ ഉണ്ടാക്കി. ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പുറപ്പെട്ടവരാണ് ഈ കൂടാരശീലകൾ നെയ്യുന്നതെന്ന് ആരും മനസ്സിലാക്കി കാണുകയില്ല. അടുത്ത ഒരു ശബത്തിൽ അവർ സിനഗോഗിലെത്തി. പള്ളി ആരാധനയിൽ അവർ കൂടി. സങ്കീർത്തനാലാപനത്തിലും പ്രാർത്ഥനയിലും മറ്റാരാധകരോടൊപ്പം അവരും ചേർന്നു. തിരുച്ചുരുൾ വായിച്ചത് അവർ ശ്രദ്ധിച്ചു കേട്ടു. അതിൻ്റെ ശേഷം അവർ പൗലോസിന് പ്രസംഗിക്കുവാൻ അവസരം കൊടുത്തു. പൗലോസ് എഴുന്നേറ്റ് നിന്ന്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ, പ്രസംഗം ആരംഭിച്ചു. അല്പം മുമ്പ് വായിച്ചു കേട്ട വേദഭാഗങ്ങളെ ആധാരമാക്കി ആയിരിക്കാം പൗലോസ് സംസാരിച്ചത്. ആവർത്തനം 1 യെശയ്യാവ് 1 അധ്യായത്തിൽ നിന്നായിരുന്നു അന്നത്തെ പാരായണം എന്ന് ഊഹിക്കുവാൻ കഴിയും. ഈ പ്രസംഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ലൂക്കോസ് നൽകുന്നുണ്ട്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ലൂക്കോസ് 1:4 ലൂക്കോസ് ചരിത്രം എഴുതിയത്. ആവർത്തന പ്രസംഗം വളരെ നന്നായി ശ്രദ്ധിച്ചു കേട്ടു. യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാന പ്രസംഗവും മിശിഹായുടെ മുന്നോടിയെന്ന സ്ഥാനവും വിശദീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണവും പുനരുത്ഥാനവും പൗലോസ് വിവരിച്ചു. അതിനുശേഷം അവർ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വ്യക്തമാക്കി. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോസ്തലപ്രവൃത്തി 13:38-39 വാക്യത്തിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ഈ പാപമോചനത്തിനായി ആധാരമായി പൗലോസ് യെശയ്യാവ് 1 അധ്യായമാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാം. ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് പ്രസംഗം അവസാനിക്കുന്നത്. ആകയാൽ ഹേ നിന്ദക്കാരെ, നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 13 അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഇക്കോന്യയിലേക്കും പോകുന്നു. അന്ത്യോക്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇക്കോന്യയിലും അവർ സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കുന്നു. യഹൂദന്മാർ പതിവ് പോലെ വിജാതീയരെ മിഷണറിമാർക്കെതിരായി ഇളക്കിവിടുന്നു. അവർ അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു. സിനഗോഗിലെ പ്രസംഗം ശരിക്കും ഫലം ചെയ്തു. യഹൂദന്മാരിലും ഭക്തിയുള്ള യവനന്മാരിലും നല്ലൊരു പങ്ക് സുവിശേഷത്തിൽ വിശ്വസിച്ചു ദൈവമക്കളായി തീർന്നു. അത് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ട് വളരെക്കാലം അവിടെ പാർത്തു.
അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ അവസരം നൽകി. പ്രവർത്തികൾ 14:1 മുതൽ 3 വരെ ഭാഗങ്ങളിൽ ഇത് കാണാവുന്നതാണ്. അന്ത്യോക്യയിൽ സംഭവിക്കാത്ത കാര്യം ഇക്കോന്യയിൽ സംഭവിച്ചു. അവരുടെ കയ്യാൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ നടന്നതെന്ന് പറയുന്നില്ല. അത്ഭുതങ്ങൾ നടന്നിട്ടും അടയാളം അന്വേഷിക്കുന്ന യഹൂദന്മാർ 1 കൊരിന്ത്യർ 1:22 അധിക പങ്കും വിശ്വസിച്ചില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോസ്തലന്മാരുടെയും പുതുതായുണ്ടായ സഭകളുടെയും സാന്നിധ്യം ഇക്കോന്യ നിവാസികളിൽ ഒരു വലിയ ഭിന്നത ഉണ്ടായി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് തന്നെ അവിടെ സംഭവിച്ചു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? സമാധാനമല്ല, ചിത്രം വരുത്തുവാനത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 12:51. നേരത്തെ ഞാനിത് ഓർപ്പിച്ചതാണ്. അവിടെ നിന്നും അവർ യാത്ര തുടർന്ന് ഇക്കോന്യയിൽ നിന്ന് ലുസ്രയിൽ എത്തിച്ചേർന്നു. പെർഗ, ലുക്കവോന്യ പട്ടണങ്ങളിലും പൗലോസും ബർന്നബാസും സുവിശേഷം അറിയിച്ചു. ഇതിനോടിടയ്ക്ക് അനേക സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ലുസ്രയിലെ അനാചാരങ്ങളെപ്പറ്റി അവരെ വ്യക്തമാക്കി. ലുസ്രയിൽ നിന്ന് പിറ്റേ ദിവസം ദർബയ്ക്ക് പോയി. ആ രാത്രിയിൽ തിമഥിയോസിനോടൊപ്പം താമസിച്ചു കാണും എന്ന് കരുതാം. തിമഥിയോസ് പൗലോസിൻ്റെ ആത്മീയ മകനായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. തിമഥിയോസിൻ്റെ ലേഖനത്തിൽ എൻ്റെ മകനെ തിമഥിയോസേ എന്ന് സംബോധന ചെയ്യുന്നതിൽ നിന്നും ആ ആത്മീയ മകനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോസ്തലന്മാരുടെ ആ പ്രവർത്തികൾ അവിടെ മുമ്പോട്ട് പോകുന്നു. പലരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം സഹായിച്ചു. അനേക സ്ഥലസഭകളെ സ്ഥാപിക്കുവാൻ പൗലോസിന് ദൈവം കൃപ ചെയ്തു. അങ്ങനെ പൗലോസും ബർന്നബാസും അവരുടെ യാത്ര തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി കടന്നുപോയി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം പൗലോസിനെ എടുത്തുപയോഗിച്ചു. ലുസ്രയിൽ ഇനിയും തങ്ങുന്നത് ആപൽക്കരമാണ് എന്നുള്ളതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ദർബയ്ക്ക് പോകണമെന്ന് അവർ തീരുമാനിച്ചു. ആ രാത്രി പൗലോസും ബർന്നബാസും താമസിച്ച് എവിടെയായിരിക്കുമെന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. തിമഥിയോസിൻ്റെ വീട്ടിൽ ആകുവാനാണ് സാധ്യത. തിമഥിയോസ് ഇതിനകം പൗലോസിനെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല, പൗലോസിനുണ്ടായ ഉപദ്രവങ്ങളും കണ്ടു കഴിഞ്ഞു. അബോധാവസ്ഥയിൽ കിടന്ന പൗലോസിന് ചുറ്റും നിന്നവരിൽ തിമോഥെയോസും ഉണ്ടായിരുന്നു. അവൻ പൗലോസിൻ്റെ മുറിവുകൾ കെട്ടുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. തിമഥിയോസ് പൗലോസിൻ്റെ ആത്മീയ മകനായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. എന്നാൽ ആ രക്ഷിക്കപ്പെടൽ എന്ന് എപ്പോൾ ഉണ്ടായി എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ പൗലോസും ബർന്നബാസും ആ വീട്ടിൽ തങ്ങിയ ആ അവിസ്മരണീയ ദിനത്തിലായിരിക്കാം ഈ തിമഥിയോസ് രക്ഷയിലേക്ക് വരുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും ലുസ്രയിൽ വെച്ച് പൗലോസ് ഏറ്റ കല്ലേറിന് വളരെ ഉചിതമായ ഒരു നഷ്ടപരിഹാരം തന്നെ ലഭിക്കുകയുണ്ടായി. വിശ്വസ്തനായ ഒരു തുല്യചിത്തനെ ഫിലിപ്പിയർ 2:20 അജീവനാന്ത സഖിയായി കിട്ടിയത് ആ മണ്ണിൽ നിന്ന് ആയിരുന്നുവല്ലോ. പ്രവർത്തികൾ 16:1 മുതൽ 3 വരെ. അടുത്ത പ്രഭാതത്തിൽ മിഷണറി സംഘം ലുക്കവോന്യ ലുസ്രയിൽ നിന്ന് 32 കിലോമീറ്റർ ദൂരെ ഇസോറിക്ക ഡിസ്ട്രിക്റ്റിലുള്ള ദർബയ്ക്ക് പോയി. അങ്ങനെ യാത്ര തുടരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് ചിന്തിക്കാം. ദൈവനാമത്തിനും മഹത്വം.